ഹലോ. അപ്പോൾ നമ്മൾ എന്നും ഷോർട്ടിലല്ലേ കയറി പിടിച്ചത്, ഇന്ന് ഞാൻ അതുകൊണ്ട് ലോങ്ങിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഒരു വീഡിയോ ഇടുന്നത് അത്യാവശ്യം ലോങ് വീഡിയോ ഒക്കെ ഉള്ളതാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഷോർട്ടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടി ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ വെള്ളം ആദ്യം കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാടിക്കുള്ളൂ. വയറൊക്കെ ഞാൻ ആദ്യമൊക്കെ എണീറ്റ് വരുന്നേ ചായ കുടിക്കുന്നുണ്ട്. എനിക്ക് പണ്ടൊക്കെ വയറൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനതങ്ങ് നിർത്തി. ഞാൻ ആദ്യം വെള്ളം കുടിച്ചു. തുടക്കമൊക്കെ ഭയങ്കര ഛർദ്ദിക്കാൻ വരുമായിരുന്നു, പിന്നെ ശീലമായിട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഇവിടെ വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അത് ഏത് വഴി പോയി എന്നറിയില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴൊക്കെ ഗ്ലാസ്സും കൊണ്ട് മക്കളൊരാൾ മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെയും ചൂടായിട്ട് പിന്നെയും ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തതിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി കുടിക്കുന്നുണ്ട്. ഒരാൾ കുടിക്കുന്നപ്പോൾ പുള്ളിക്ക് വേണം, ഞാൻ ഇച്ചിരി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാടിയും കഴിഞ്ഞിട്ടുള്ള പരിപാടി ഇതേ നമ്മൾ കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്. എന്താ അറിയില്ല, നമ്മൾ അടുപ്പിന് ഇപ്പോൾ കുറച്ചായിട്ട് ഇച്ചിരി മൊഞ്ച് കൂടിയിട്ടുണ്ടോ, നല്ല രസമുണ്ട് തീയൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ ഉമിരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിറോസ് താഴ്ത്തുന്ന ഫിറോസ് ഫസലാരിയാളാൻ താഴേന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പകുതി നുള്ളി വെച്ച് ബാക്കി കനയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കത് അതിനിടയ്ക്ക് പഴങ്കഞ്ഞിയുടെ കൊതി പറഞ്ഞപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ കഴിച്ച് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പള്ളൊക്കെ ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടുത്ത് വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് റിച്ചായി നോക്കാൻ വേണ്ടി സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കിയത് കേട്ടോ. പിന്നെ പഴങ്കഞ്ഞി ആവാൻ വേണ്ടി കൈ കൊണ്ട് ഇളക്കിയല്ല ശരിയാണ്, കൈ കൊണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞത് നമ്മളെ പരിപ്പ് വേവിച്ച് വെക്കാൻ പോവാണ് കേട്ടോ. മുരിങ്ങൻ്റെ ഇല പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഒന്നും ചെയ്യാൻ വലുതായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ പരിപ്പ് കഴുകി നമുക്ക് വേഗം അടുപ്പത്ത് വെക്കാം കേട്ടോ. ഈ പാത്തുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണിത്. കാരണം കൂടുതൽ ഈ പിള്ളേർക്ക് ഞാൻ ആദ്യം വാരി കൊടുത്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇവന്മാർ ഇതൊക്കെ കൂട്ടുന്നു കേട്ടോ. ഫിറോസ് അങ്ങനെ കൂട്ടത്തില്ല. ഫിറോസിന് ഇതുണ്ടെങ്കിലും ഒരു മീൻ പൊരിച്ചതോ കോഴി പൊരിച്ചതോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ഫിറോസിന് വേണം ആ കൂട്ടത്തിൽ. ശവന്മാർക്ക് അങ്ങനെ വിഷയമില്ല. ഫസലിനൊക്കെ പിന്നെ കുഴപ്പമൊന്നുമില്ല, വല്ല മുട്ട പൊരിച്ചക്കണെങ്കിൽ കഴിച്ചോളൂ. വിച്ചുവിന് പിന്നെ ഇന്നൊന്നുമില്ല, ഒരു ചാറിൻ്റെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ മതി, പുള്ളി അത് കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പരിപ്പ് കഴുകി സവോളയും കീറിയിട്ട് പച്ചമുളകും കീറിയിട്ട് നമ്മൾ ആ അടുപ്പിലോട്ട് കയറ്റാണ് കേട്ടോ. അല്ല, ഞാനത് ആർക്കാണ് പറഞ്ഞു തരുന്നത്, ഇതിപ്പോൾ എല്ലാവർക്കും വെക്കാൻ അറിയുന്ന കറിയാണല്ലോ അല്ലേ. നമ്മൾ പറഞ്ഞപ്പോൾ ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയത്, പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കത് കുക്കറിൽ വേവിക്കാം. കൂടുതൽ ഞാൻ പറഞ്ഞിപ്പോൾ അടുപ്പയിലാണ് വെക്കുന്നത്, പക്ഷെ നമ്മൾ ഈ കുക്കർ വിറകടുപ്പേ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഗ്യാസ് അടുപ്പേ വെക്കുന്നത്. നമ്മളെ ഗ്യാസ് ഇപ്രാവശ്യം നീണ്ട എത്ര നാൾ നിൽക്കും നമുക്കൊന്ന് നോക്കാം. പരമാവധി ഞങ്ങളിപ്പോൾ ഗ്യാസ് അടുപ്പയിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ കഞ്ഞിയുടെ തീ കെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഒന്ന് കത്തിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്നോളും കേട്ടോ. അതിനിടയ്ക്ക് പാത്ത് അലമ്പായിരുന്നു, അതാണ് അവളെ കിടത്തി ഉറക്കാമെന്ന് ഓർത്തിട്ട് അരി ഇട്ടിട്ട് പോകാൻ വേണ്ടിയിരുന്ന അതിനെ. ഞാൻ തിരിച്ച് റൂമിൽ നിന്ന് വന്നപ്പോഴേക്കും ഇക്കതേ നല്ല മോര് കാച്ചി ഉണ്ടാക്കിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എന്നെ കൊണ്ട് നോക്കിക്കാണ് കേട്ടോ. കുടിച്ച് നോക്കി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ടെസ്റ്റർ ഞാനാണ് കേട്ടോ. എപ്പോഴും എന്തുണ്ടാക്കിയാലും ആദ്യം എനിക്കാണ് ടേസ്റ്റ് ചെയ്യാൻ നോക്കി തരുന്നത്. ഇത് തേങ്ങ അരച്ചിട്ടൊന്നുമല്ല കേട്ടോ, സാധാ പോലെ വെച്ചിട്ടുള്ള. ഞാൻ ഇനിയൊരു തവണ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കണ്ട് ഞാൻ നല്ല തേങ്ങ അരച്ച് വെച്ചാന്നേ തോന്നുള്ളൂ. ഫോണിൽ കണ്ടിട്ട് എനിക്ക് അതുപോലെയൊക്കെ തോന്നിയത്, പക്ഷേ തേങ്ങ അരച്ച് വെച്ചതല്ല, സാധാ പോലെ വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പട വെന്തിട്ടുണ്ടായിരുന്നു, മുരിങ്ങൻ്റെ എല്ലാം നുള്ളി വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേഗം താളിച്ചെടുക്കാമെന്ന് വെച്ചാൽ ഇത് വെളിച്ചെണ്ണയിൽ തൂമ്പിക്കാനാട്ടോ നല്ല രസം. പക്ഷേ നമ്മളുടെ വെളിച്ചെണ്ണ തലയിൽ തേക്കാൻ തന്നെ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ അത് എടുക്കാൻ നിന്നില്ല കേട്ടോ. നമ്മളെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുത്തുമുളകും കൂടെ, ഇത് മുളക് എരിവുള്ള സൈസാണ് കേട്ടോ, കാശ്മീരിയുടെ മുളകല്ല, മറ്റേ മുളകാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ 2-3 എടുത്തിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് കീറിയിട്ടുണ്ടല്ലോ, പിന്നെ ഇതിൽ മുളക് പൊടി ഇടുന്നതുകൊണ്ട് എരിവ് ഒത്തിരി അവിടെ ഞാൻ കുറച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വേഗം മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലിടുന്നത് നമുക്ക് മുരിങ്ങൻ്റെ ഇല ഇങ്ങനെ ഇട്ട് 2 കറി ഞാൻ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് ഇതിൻ്റെ കൂടെ ഇച്ചിരി മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് മുരിങ്ങൻ്റെ ഇല ഇട്ട് ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇല കറിയായി. അല്ലാതെ തന്നെ വെള്ളം ഒഴിക്കുന്നതിനും ഇതുപോലെ ഇട്ട് നല്ലപോലെ മുരിങ്ങൻ്റെ ഇല ഒന്ന് മുരിച്ച് കഴിഞ്ഞ് മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മുട്ടക്കൂട്ടാനുമായിട്ട് മുരിങ്ങൻ്റെ ഇല ഉണ്ട്. ഈ മുട്ടക്കൂട്ടാൻ ഞാൻ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ഉള്ളിച്ചോറിൻ്റെ കൂടെ ഉമ്മിച്ച് ഉണ്ടാക്കി തരാറുണ്ട്. നല്ല രസമാണ് കഴിക്കാനായിട്ട് ഉള്ളിച്ചോറിൻ്റെ കൂടെ. ഇത് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിലാട്ടോ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഞാൻ നല്ല ഉണ്ടപ്പക്കുറായിട്ടുണ്ടായി, നല്ല വണ്ണമായിരുന്നു. അപ്പോൾ ഇക്കാക്ക് പേടിയാണ് ഇനി വണ്ണം കുറയത്തില്ല, ഇർത്തിക്കാനേക്കാളും വണ്ണം എനിക്കാതെ വെച്ച് നോക്കുമ്പോൾ തീരെ ചെറുതായിരുന്നു കേട്ടോ. അമ്മാതിരി വണ്ണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് വണ്ണം കുറയുകയും ചെയ്തേ. അപ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മുളക് നല്ല എരിവുള്ള മുളകാണല്ലോ ഇട്ടേക്കുന്നത്, കാശ്മീരി ചില്ലിയുടെ അല്ല. അപ്പോൾ പൊടി ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി കൂട്ടിയിട്ടാൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മളെ പരിപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ മലപ്പുറം തൃശ്ശൂർ ഏരിയയിലൊക്കെ ഈ ഒരു കറി എന്തായാലും അറിയാത്ത ആരും ഉണ്ടാവില്ല, എല്ലാ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ആരും അറിയാറില്ല കേട്ടോ. ഈ കറി ഇവിടെ ഞാൻ വെച്ചിട്ടാട്ടോ ഇവരൊക്കെ കൂട്ടിയിട്ടുള്ളത്. പക്ഷേ ഇഷ്ടമാണ് എല്ലാവർക്കും, നല്ല രസമുണ്ടായാൽ കോഴി പൊരിച്ചതോ, ഞാൻ പറഞ്ഞൊരു കോഴി പൊരിച്ചതോ മീൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും സംഭവം നല്ല കറിയാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. ഞാൻ പിന്നെ ഇടയ്ക്ക് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടെന്ന് തോന്നുന്നു, എൻ്റെ ഫസ്റ്റ് ചാനലിലാണ് കാണിച്ചിട്ടില്ല, കാണിച്ചില്ല, എന്തായാലും കാണിച്ചിട്ടൊന്നും ഉറപ്പാണ്. ലാസ്റ്റ് ആയപ്പോൾ ഇച്ചിരി കഞ്ഞിവെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കുറച്ച് ഇരുന്ന് കുറുകും.
പിന്നെ ഇച്ചിരി കായപ്പൊടി ഇട്ടിട്ടുണ്ട്, ഗ്യാസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാണ്ട്. ഞാൻ ചതയ്ക്കുമ്പോൾ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ കൂട്ടി ചതച്ചാലേ നല്ല രസമുണ്ടാവും. അപ്പോൾ ഞാൻ ഇച്ചിരി കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഉപ്പും കൂടെ കുറച്ച് കുറവുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടിട്ട് നമ്മളെ കറി ഇവിടെ കൊണ്ട് ഞാൻ നിർത്താൻ കേട്ടോ. ഞാൻ ഉപ്പേരി ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാക്കിയില്ല, പിന്നെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നാളത്തേന് എടുക്കാമെന്ന് വെച്ച്. ഇന്ന് എന്തായാലും വൈകുന്നേരം ഈ കറി ആയതുകൊണ്ട് വൈകുന്നേരത്തിന് ഇത് തികയില്ല, വേഗം തീരും. അതുകൊണ്ട് വൈകുന്നേരം എന്തെങ്കിലും കോഴി എന്തെങ്കിലും മേടിക്കായിരിക്കും, അത് ഞാൻ ഉപ്പേരിക്കൊന്നും വലുതായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഈ വർത്താനത്തിലിറക്കി ടോട്ടോ എന്ന് കയറി വരുന്നത്, അത് എനിക്ക് അറിയത്തില്ല, അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്നതാണ്. പരമാവധിയൊക്കെ ഞാനൊന്ന് ടോ കുറയ്ക്കുന്നുണ്ട്, സാരമില്ല, നമ്മളെ വീഡിയോയ്ക്ക് ഒരു ഗുമ്മിരിക്കട്ടെ എന്ന് ഓർത്ത് ഇടയ്ക്കൊക്കെ ടോ കയറി വരുന്ന കേട്ടോ. ഇതേ പിന്നെയും വന്നിട്ടുണ്ട്, സാരമില്ല, ക്ഷമിക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയാതിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് പറഞ്ഞ സ്ഥിതിക്കാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോ വന്ന് കിടന്നത്. പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ ഒരു വന്നിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, നമ്മളെ വീഡിയോയ്ക്ക് ഇച്ചിരി കൂടെ ഗുമ്മുണ്ടാവും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വന്നാലും കേട്ടോ. അപ്പോൾ പാത്രമെല്ലാം തേച്ച് കഴുകി കഴിഞ്ഞ് വലുതായിട്ടുണ്ടായിരുന്നില്ല, എടുക്കുന്നൊക്കെ ഞാൻ വേഗം കഴുകി വിടുന്നുണ്ടായിരുന്നേ, അതുകൊണ്ട് ചെറുതായിട്ടുള്ളണ്ടായിരുന്നുള്ളൂ, അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അവിടെ കൊണ്ടൊക്കെ ക്ലീനാക്കി കഴിഞ്ഞാൽ അടുത്ത പരിപാടി വീണ്ടും നിരക്കും. എന്നാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അച്ചാർ കുപ്പിയൊക്കെ കഴുകി കാലിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കഞ്ഞിയെടുത്തോടുകൂടി അച്ചാർ അങ്ങോട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മാങ്ങച്ചാറൊക്കെ കൊണ്ടുവരും, ഉപ്പ ഈ കഞ്ഞി കുടിക്കുന്ന ആളായതുകൊണ്ട് ഉപ്പക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വരും. പിന്നെ നമ്മളോട് അച്ചാറൊക്കെ ഇടാറുണ്ട്, ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചോറൊക്കെ കൊടുത്തുകൊണ്ട് അച്ചാർ എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതേ നമ്മൾ തുണി മടക്കലോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. തുണി ഇന്നലെ അലക്കിക്കൊണ്ട് കസേര വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം രാവിലെയാണ് ഞാൻ മടക്കാറ്, ഞാൻ അപ്പം തന്നെ മടക്കൊന്നും വെക്കാറില്ല കേട്ടോ. മുറിയിൽ മേശപ്പുറത്താണ് കൊണ്ട് വെക്കാറ്, പക്ഷേ അവിടെ നിന്ന് എടുത്ത് ഞാൻ തിണ്ണയിലോട്ട് ആക്കിയിട്ടുണ്ട്. മുറി അപ്പം മൊത്തം നിരന്നു. അപ്പോൾ ഒരുത്തർ ഇത് മടക്കി വെച്ചോണ്ടിരിക്കുക. അപ്പോൾ പായസ് അതിൻ്റെ ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ ഇനി മുഖമൊക്കെ കയറ്റി പിടിച്ചോണ്ടിരിക്കുന്നതായിരുന്നു, വീർപ്പിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു. ഞാൻ വീഡിയോക്കകത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ, അപ്പോൾ അവനെ കളിയാക്കാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ ഒന്ന് ചിരിച്ച് കാണിച്ചെടുക്കുന്നത്, ചിരിച്ച് പണി ചെയ്യാമെന്നും പറഞ്ഞേ. ഞാൻ തന്നെയുള്ള സമയത്താണെന്നുണ്ട് പണി ചെയ്യുന്ന സമയത്ത് വീട്ടിലോട്ടൊക്കെ ആരെങ്കിലും വിളിക്കുക, അപ്പോൾ പിന്നെ പെട്ടെന്ന് പണി തീരുന്നത് അറിയില്ല. അവർ പണിയെല്ലാം നിർത്തി വെച്ചായിരിക്കും സംസാരിക്കുന്നത്, പക്ഷേ ഞാൻ എൻ്റെ പണിയും സംസാരവും ഒന്നിച്ചായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ലാസ്റ്റ് വെക്കാൻ നേരമായിരിക്കും അവർ പറയുന്നത്, അവസാനം പറയും വെച്ചിട്ട് മര്യാദക്ക് പോകാൻ വേണ്ടി പറയും. കൂടുതൽ ഞാൻ ചേട്ടത്തിനെയാണ് വിളിക്കാറുള്ളത്, പിന്നെ ഉമ്മച്ചിനെ ഇപ്പോൾ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വിളിക്കാറില്ല, അവരെക്കാളും തിരക്കിപ്പോൾ ഞാനായതുകൊണ്ട് ഞാൻ ഒട്ടും വിളിക്കാറില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഏറെക്കുറെ പണികളൊക്കെ ഒന്ന് തീർന്ന്, വേറെക്കുറെ വെച്ചാൽ അടിച്ചോരലൊന്നും കഴിഞ്ഞിട്ടില്ല, അതൊന്നും നമ്മളിതിൽ കാണിക്കുന്നില്ലേ. അപ്പോൾ പുതിയ കുട്ടിയെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ലൊരു വീണ്ടും കാണാം, ബൈ ടാറ്റാ.